When my spirit grows faint within me, it is you who watch over my way. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നോ? This is God's promise found in Psalm 142 and verse 3. സങ്കീർത്തനം 142:3 കാണുന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാണിത്. Our spirit grows faint within us many times. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. But God watches over our way to strengthen us and take us back into the mission. എന്നാൽ നമ്മെ ശക്തീകരിക്കുന്നതിനെ, ആ ദൗത്യത്തിലേക്ക് തിരികെ കൊണ്ടു ചെല്ലുന്നതിനെ ദൈവം നമ്മുടെ പാതകളെ അറിയുന്നു. When the Lord Jesus was praying in Gethsemane, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, it was the last moments before he went to the cross. യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപുള്ള അന്ത്യനിമിഷങ്ങളായിരുന്നു അത്. His soul was sore afraid and anxious. യേശുവിന്റെ ആത്മാവ് യേശുവിന്റെ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുകയായിരുന്നു. He was worried about the agony that he had to suffer on the cross for the salvation of humanity. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി താൻ ക്രൂശിൽ അനുഭവിക്കുവാൻ പോകുന്ന അതിവേദനകളെക്കുറിച്ചോർത്ത് യേശുക്രിസ്തു വളരെയധികം വ്യാകുലപ്പെട്ടിരുന്നു. Fear gripped his spirit. ഭയം യേശുവിന്റെ ആത്മാവിനെ പിടികൂടി. He felt so faint, യേശു വളരെയധികം തളർന്നിരുന്നു. so weak. യേശു ബലഹീനനായിരുന്നു. Sweat came out as blood. യേശുവിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലം പതിച്ചു. And he cried, യേശു നിലവിളിച്ചു, "Oh Lord, oh Father, let this cup pass away from me." അല്ലയോ കർത്താവേ, എന്റെ പിതാവേ, ഈ പാനപാത്രം എന്നെ വിട്ട് നീങ്ങട്ടെ. Please let the cup of death be taken away from me. ദയവായി മരണത്തിന്റെ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. And Satan was dancing with joy, saying, "He will never go to the cross. He is so afraid." യേശു ഒരിക്കലും ക്രൂശുമരണം വരിക്കില്ല, യേശു ഭയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ നൃത്തം ചെയ്യുകയായിരുന്നു. My father saw this in a vision. എന്റെ പിതാവ് ഒരു ദർശനത്തിൽ ഇത് വ്യക്തമായി കണ്ടിട്ടുണ്ട്. But then the Holy Spirit came, അപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നത്. the one who comforts us നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, in all our tribulations. നമ്മുടെ സകല കഷ്ടങ്ങളിലും നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ. He came upon the Lord Jesus, പരിശുദ്ധാത്മാവ് കർത്താവായ യേശുവിന്റെ മേൽ വന്ന് ആവസിച്ചു. and the one who helps us in the weaknesses, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. according to Romans 8:26. റോമർ 8:26 വാക്യപ്രകാരം He came upon Jesus, പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു. and he showed him the future. ഭാവി ജീവിതം പരിശുദ്ധാത്മാവ് യേശുവിനെ കാണിച്ചു കൊടുത്തു. Lord Jesus, കർത്താവായ യേശുവേ, if you accept God's will with confidence അങ്ങ് ആത്മവിശ്വാസത്തോടെ ദൈവത്തിന്റെ ഹിതം സ്വീകരിക്കുകയാണെങ്കിൽ, and accept the cross of Calvary, കാൽവറിയിലെ ക്രൂശുമരണം വരിക്കുകയാണെങ്കിൽ, God will give you a great name, a name above every name. ദൈവം അങ്ങേക്ക് മഹത്തായ ഒരു നാമം, സകല നാമത്തിനും മേലായ നാമം നൽകും. You are the life, you are the resurrection. അങ്ങാകുന്നു ജീവനും പുനരുദ്ധാനവും. You will rise up. അങ്ങ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. You will rise up. അങ്ങ് ഉയർത്തെഴുന്നേൽക്കും. And as the Holy Spirit showed him the way, comforted him, പരിശുദ്ധാത്മാവ് ഭാവിയിലേക്കുള്ള ആ വഴി യേശുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ യേശുവിനെ the ആശ്വസിപ്പിച്ചു. Lord Jesus was strengthened in the moments of his fainting and weakness. താൻ തളർന്നു പോയ ആ സാഹചര്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ബലം പ്രാപിച്ചു. And he said, യേശു പറഞ്ഞു, "Father, പിതാവേ, not my will, എന്റെ ഇഷ്ടമല്ല, let thy will be done. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. Let thy will be done." അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. And he stood up യേശുക്രിസ്തു എഴുന്നേറ്റു നിന്നു. and faced his betrayer, തന്റെ വഞ്ചകനെ നേരിട്ടു. faced the high priests who were levying false accusation തന്റെ against മേൽ him, തെറ്റായ കുറ്റങ്ങൾ ആരോപിച്ചു കൊണ്ടിരുന്ന മഹാപുരോഹിതന്മാരെ യേശു ധൈര്യത്തോടെ നേരിട്ടു. faced Pilate who condemned him to death. യേശുവിനെ മരണശിക്ഷ വിധിച്ച പീലാത്തോസിനെ യേശു ധൈര്യത്തോടെ നേരിട്ടു. He was not afraid. യേശു അല്പം പോലും ഭയപ്പെട്ടില്ല. And he carried the cross.
യേശു ക്രൂശ് വഹിച്ചു, bore the whips of the Roman soldiers, ചാട്ടവാറുകൊണ്ടുള്ള റോമൻ പടയാളികളുടെ അടികൾ യേശുക്രിസ്തു ഏറ്റുവാങ്ങി, bore the pain of the nails. കാരുണ്യപാണികൾ അവർ യേശുവിന്റെ മേൽ തറച്ചു. യേശു ആ വേദന ഏറ്റുവാങ്ങി. Finally he said, അവസാനം യേശുക്രിസ്തു പറഞ്ഞു, Lord Almighty, into thy hands I commend my spirit. സർവശക്തനായ കർത്താവേ, ഞാൻ അങ്ങയുടെ തൃക്കരങ്ങളിൽ എന്റെ പ്രാണനെ I ബലമേൽപ്പിക്കുന്നു. have shed my blood for my people. ഞാൻ എന്റെ ജനത്തിനു വേണ്ടി എന്റെ രക്തം ചിന്തിയിരിക്കുന്നു. Whoever receives it, accepting my sacrifice, will be washed by my blood and be saved from sin. എന്റെ യാഗബലിയെ അംഗീകരിക്കുന്നവർ എന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടും, പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. He said, it is finished. യേശു പറഞ്ഞു, എല്ലാം നിവൃത്തിയായി. And he rose upon the third day. മൂന്നാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. He is alive. യേശു ഇന്നും ജീവിക്കുന്നു. When my spirit grows faint within me, it is you who watch over my way, Lord. യഹോവേ, എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എന്റെ പാതയെ അറിയുന്നു. The Bible says in Isaiah 40 verse 29 to 31. യെശയ്യാവ് 40:29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വേദപുസ്തകം പറയുന്നു, God gives power to the faint ദൈവം ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തി നൽകുന്നു, and increases the strength of the weak. ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്നു. Those who wait on the Lord കർത്താവിനായി കാത്തിരിക്കുന്നവർ shall renew their strength. ശക്തിയെ പുതുക്കും. They will mount up with wings as eagles. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് They'll കയറും. fly high. അവർ ഉയർന്ന് പറക്കും. As Jesus rose up with wings when he said, Father, not my will, let thy will be done. പിതാവേ, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ചിറകടിച്ചു He കയറി. became strong in the moment of weakness, obeying the will of God. ദൈവത്തിന്റെ ഹിതം അനുസരിച്ചതിലൂടെ ആ ബലഹീന നിമിഷങ്ങളിൽ യേശുക്രിസ്തു ശക്തനായി തീർന്നു. Even today, ഇന്നീ ദിവസവും surrender yourself to the will of God. നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവഹിതത്തിനെ സമർപ്പിക്കുവിൻ. Say, let thy will be done. പറയുവിൻ, കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. And the Holy Spirit will strengthen you to face every oppression, tribulation and temptation. അപ്പോൾ സകല കഷ്ടങ്ങളെയും പീഡനങ്ങളെയും പ്രലോഭനങ്ങളെയും നേരിടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കും. You'll be more than a conqueror. നിങ്ങൾ പൂർണ്ണജയം പ്രാപിച്ചവരെക്കാൾ ശ്രേഷ്ഠരാകും. God will make you fly high and bring salvation to millions. ഉയരങ്ങളിലേക്ക് ചിറകടിച്ച് കയറുവാനും ദശലക്ഷങ്ങൾക്ക് രക്ഷ പകർന്നു നൽകുവാനും ദൈവം നിങ്ങളെ പ്രാപ്തരാക്കും. May this grace come upon you right now in Jesus' name. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ കൃപ നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കട്ടെ. And may the power of the Holy Spirit empower you as it empowered Jesus to say, let thy will be done. അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം യേശുവിനെ ശാക്തീകരിച്ച പരിശുദ്ധാത്മ ശക്തി നിങ്ങളെയും ശാക്തീകരിക്കട്ടെ. Father, പിതാവേ, fill your children with thy Holy Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ ജനത്തെ നിറയ്ക്കണമേ. Let thy Holy Spirit enter into their spirit right now and remove every weakness. ഇപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിലേക്ക് പ്രവേശിച്ച് സകല ബലഹീനതകളെയും അവരിൽ നിന്ന് പിഴുതെറിയട്ടെ. Remove the faint heart and make them strong in the spirit. അവരുടെ തളർന്ന ഹൃദയത്തെ ശക്തീകരിക്കട്ടെ. ആത്മാവിൽ അവരെ ബലപ്പെടുത്തട്ടെ. Let them rise up. അവർ ഉയർത്തെഴുന്നേൽക്കട്ടെ. Rise up എഴുന്നേൽക്കട്ടെ. with wings. ചിറകടിച്ച് കയറട്ടെ. Rise up to do your will. അങ്ങയുടെ ഹിതം ചെയ്യുവാൻ തക്കവണ്ണം അവർ എഴുന്നേൽക്കട്ടെ. Let the spirit of boldness come and the spirit of fear leave them, Lord. ധൈര്യത്തിന്റെ ആത്മാവ് അവരിലേക്ക് കടന്നു വരട്ടെ. ഭീരുത്വത്തിന്റെ ആത്മാവ് അവരെ വിട്ടു പോകട്ടെ. And let them fulfill your will. അവർ അങ്ങയുടെ ഹിതം നിറവേറ്റട്ടെ. Let millions be blessed through them. അവരിലൂടെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ അനുഗ്രഹീതരാകട്ടെ. Holy Spirit, empower them. പരിശുദ്ധാത്മാവെ അവരെ ശാക്തീകരിക്കണം. Thank you for this blessing. ഈ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.